ഇപ്പോൾ ദുർമന്ത്രവാദം വഴി അല്ലെങ്കിൽ മന്ത്രവാദം വഴി പിശാചുകളെ പുറത്താക്കുന്നത്, അത് അങ്ങനെ അവർക്ക് സാധിക്കുമോ പുറത്താക്കാൻ? ഒരു മന്ത്രവാദിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അവർ പിശാചിൻ്റെ കൂടെ നടക്കുന്നവരാണ്, പിശാചിന് തന്നെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ്. അവർക്ക് അതിലൂടെ ഒത്തിരി ലാഭങ്ങളുണ്ട്. സാമ്പത്തിക ലാഭം ഉണ്ടാകാം, അല്ലെങ്കിൽ പേരോ പ്രശസ്തിയൊക്കെ ഉണ്ടാകാം. അവർ ചെയ്യുന്നത് ഈ ദുരാത്മാവിനോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ നിന്നെ ബന്ധിക്കുന്നില്ല, ബഹിഷ്കരിക്കുന്നുമില്ല, നീ പോയി സ്വസ്ഥമായ വിധത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളിൽ പ്രവേശിച്ചുകൊള്ളുക, മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പിശാചിനുള്ള സന്തോഷമായി അതിലേക്ക് അവർ മാറ്റം ചെയ്യപ്പെടുന്നു. ചിലതുണ്ട് മാറ്റം ചെയ്താലും മാറ്റം ചെയ്യപ്പെടാത്ത അവസ്ഥയുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുമായിരിക്കും. ട്രിച്ചിയിൽ നിന്ന് ഒരു ബ്രാഹ്മണ കുടുംബം ഇവിടെ വന്നു. ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഈ മന്ത്രവാദിയുടെ, കാരണം എല്ലാവരും അറിയുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ദുർമന്ത്രവാദിയാണ്, ഒരു അസ്ട്രോളജറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചെറിയ മകൾ വളരെ സുന്ദരിയാണ്. ട്രിച്ചിയിലെ സെൻറ്റ് ജോസഫ് കോളേജിലെ ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പോൾ വലിയൊരു വ്യവസായിയുടെ മകനുമായിട്ട് ഈ അസ്ട്രോളജർ ഒരു വിവാഹം നിശ്ചയിച്ചു. ഈ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ പ്രത്യേകിച്ച് അനുവാദമൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ അത് നല്ലൊരു പയ്യനാണ്, അവനുമായിട്ട് വിവാഹം നിശ്ചയിച്ചു. അപ്പോൾ ഈ മകൾ MCA ഒക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നീ ഇവനെ വിവാഹം കഴിക്കണം, നമുക്കൊത്തിരി സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്, നിനക്കും നിൻ്റെ അമ്മയ്ക്കും പിതാവിനൊക്കെ വളരെ ഗുണവും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ചെയ്യണം. ഇവൾ പറഞ്ഞ് ഞാനതിന് സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു ആത്മാവിനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ആത്മാവിനെ വിളിച്ചു ഇവളിലേക്ക് പറഞ്ഞയച്ചു കഴിയുമ്പോൾ ഇയാളുടെ അനറക്സിയ എന്ന് പറഞ്ഞ രോഗം അത് ഉടനെ ആ ദിവസം തന്നെ പ്രത്യക്ഷപ്പെട്ടു. ആഹാരം കഴിക്കാൻ പറ്റുകയില്ല, ആഹാരത്തിൽ നോക്കുമ്പം രക്തമാണ് കാണുന്നത്. പിന്നെ അവർ ക്ഷീണിച്ച് 28 കിലോ ആയിട്ട് മാറി. അപ്പോൾ ഈ മന്ത്രവാദിക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് മനസ്താവം തോന്നി. ഈ ആത്മാവിനോട് പറഞ്ഞു, നീ ഇവളിൽ നിന്ന് വിട്ടു വേറെ ആളിലേക്ക് പോയി ആവസിക്കുക. ഈ ആത്മാവ് പറഞ്ഞു, ഞാൻ ഒരു കാലത്തും വിട്ടു പോവുകയില്ലെന്ന് പറഞ്ഞു. ഒരിക്കൽ ഇതിനെ സൃഷ്ടിച്ച് വേറൊരാളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിൻവലിക്കാം, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന ദുരാത്മാവായതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ദുരാത്മാവിനെ വേറെ ആളിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചില്ല. ഈ മകൾ മരിക്കാറായി. അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഫാദർ ജോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇത് അങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങേർക്ക് മാത്രമേ ഇതിനെ ബന്ധിക്കാനോ ബഹിഷ്കരിക്കാനോ യേശുക്രിസ്തുവിലേക്ക് പറഞ്ഞു വിടാനോ സാധിക്കുകയുള്ളൂ, എനിക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ മരണത്തിന് തയ്യാറായിക്കൊള്ളുക. അങ്ങനെ അവരിവിടെ വീൽ ചെയറിലെത്തി. ഇവർ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 1992 ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ തന്നെ രൂപപ്പെടുത്തിയതാണ്. പരിശുദ്ധാത്മാവ് തന്നതനുസരിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഐ ബൈൻഡ് യു, കാസ്റ്റ് യു ഔട്ട്, സെൻഡ് യു ടു ദ ഫീറ്റ് ഓഫ് ജീസസ്, ബി ദെയർ അണ്ടിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോഡ്. ഇങ്ങനെ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. നിന്നെ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, നിർവീര്യമാക്കുന്നു, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വിടുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവരെ നീ അവിടെ ബന്ധിക്കപ്പെടണം. ആ ഒരു പ്രാർത്ഥന 1992 പരിശുദ്ധാത്മാവിലേക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ആ പ്രാർത്ഥന എല്ലി കഴിഞ്ഞപ്പോൾ ഇയാൾ വിടുതൽ പ്രാപിച്ചു. അന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവർ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് പുഷ്ടിപ്പെട്ട് മാമസയൊക്കെ സ്വീകരിച്ച് കുടുംബം മുഴുവനും കർത്താവിലേക്ക് വന്നു. അവരിന്ന് കാനഡയിൽ മോൺട്രിയോളിൽ നന്നായിട്ട് അവിടെ ജീവിക്കുന്നു. ഇപ്പോൾ അവർ കത്തോലിക്കരാണ്. അപ്പോൾ ഒരിക്കൽ ഓരോ ക്രിയേറ്റ് ചെയ്ത ഒരാൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു വിളിക്കുക അത്ര എളുപ്പമല്ല. ദുർമന്ത്രവാദികൾ ചെയ്യുന്നത് വേറൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് ബന്ധിക്കാനോ ബഹിഷ്കരിക്കാനോ ശാസിക്കാനോ ഒന്നുമുള്ള അധികാരമില്ല. അതുകൊണ്ട് അവർ മറ്റൊരാളിലേക്ക് മാറ്റും. അങ്ങനെ ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങളെ നമ്മൾ കാണാറുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ശാസിക്കാനും നിർവീര്യമാക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്.